തിരുവല്ല പുളിക്കീഴ് ബെവ്കോ ഗോഡൌണിലെ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമെന്ന വിലയിരുത്തൽ. ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി സ്ഥലം അല്പസമയത്തിനകം സന്ദർശിക്കും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താനാണ് ബെവ്കോയുടെ നീക്കം. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, എന്തൊക്കെയാണ് ഇതിലെ പുതിയ വിവരങ്ങൾ? അജിംഷാദ്, ആദ്യം തന്നെ ബെവ്കോ MD സ്ഥലം സന്ദർശിച്ചിരിക്കുകയാണ്. നമ്മളതിൻ്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട്. വലിയ ഒരു നഷ്ടമാണ്. ഞാനിപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബിവറേജസ് ഔട്ട്ലെറ്റിൻ്റെ ഈ ഗോഡൌണും അതുപോലെ ഔട്ട്ലെറ്റുമാണ് പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഹർഷിത അട്ടല്ലൂരി എന്താണ് പറഞ്ഞത്? ദൃശ്യങ്ങൾക്കൊപ്പം നഷ്ടമുണ്ടായിട്ട് അജിംഷാദ, അവർ പറഞ്ഞത് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തോട് അതിൻ്റെ സംസ്ഥാന DGPയോട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫയർ ഓഡിറ്റ് എത്രയും പെട്ടെന്ന് മറ്റ് കേന്ദ്രങ്ങൾ, അതായത് ഈ ബിവറേജിൻ്റെ മറ്റ് ഔട്ട്ലെറ്റുകളിൽ കൂടെ അത്തരത്തിൽ ഈ ഗോഡൌണുകൾ, സംസ്ഥാനത്തുള്ള ഗോഡൌണുകളിൽ കൂടെ പരിശോധന നടത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുടൻ തന്നെ പൂർത്തിയാക്കുന്ന ഇക്കാര്യത്തിൽ തദ്ദേശ ഇക്കാര്യത്തിൽ മന്ത്രി MP രാജേഷിനും ഈ കാര്യത്തിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 10 കോടി രൂപയുടെ നഷ്ടമായിട്ടുണ്ടായിട്ടാണ് പ്രാഥമികമായി കണക്കാക്കുന്നതാണ് ഹർഷിത അട്ടല്ലൂരി പറയുന്നത്. 45,000 കേസ് മദ്യമാണ് ഈ സംഭരണ കേന്ദ്രത്തിലുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ കത്തി നശിച്ച ഒരു സാഹചര്യമാണ്. ഈ നഷ്ടം കൃത്യമായി കണക്ക് രേഖപ്പെടുത്തുമെന്നും പറയുന്നു. ഈ കാര്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളുടെ ഗോഡൌൺ ആയിരുന്നു എന്നതും ചൂണ്ടിക്കാട്ടുന്നു. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഗോഡൌണിലും സുരക്ഷാ പരിശോധന നടത്തുമെന്നും ഈ ബിവറേജസ് കോർപ്പറേഷൻ MD പറയുന്നുണ്ട്. ഇപ്പോഴും സന്ദർശനം തുടരുകയാണ്. സ്ഥല MLA മാത്യു ടി തോമസ് അടക്കമുള്ളവരും ഇവിടെ എത്തുകയും ഈ പരിശോധനയിൽ പങ്കാളികളാകുകയും ചെയ്തിരുന്നു. ബാക്കി തുടർന്ന കാര്യങ്ങൾ ഇനിയിപ്പം സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി MD വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഓഡിറ്റുണ്ട്. SP പത്തനംതിട്ട SP ഉൾപ്പെടെയുള്ള TG വിനോദ് കുമാർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ ഒരുപക്ഷെ നീറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അത് എത്തരത്തിലാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത ഇല്ലേം താനും. എന്തായാലും വിശദമായ അന്വേഷണം നടത്തുന്നതോട് ഇന്നലെ വൈകിട്ട് രാത്രി 8 മണിയോടുകൂടിയാണ് വലിയ ഒരു അഗ്നിബാധ ഈ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തുണ്ടാവുകയും ഇത്രയും 10 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാകുകയും ചെയ്തു. 3 സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ്, 7ഓളം യൂണിറ്റിലെത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും വലിയ ഒരു അപകടം സംഭവിക്കുമ്പോഴും അവിടുത്തെ തൊഴിലാളികൾ ആദ്യം തന്നെ ഓടി രക്ഷപ്പെട്ടത് ആശ്വാസകരമാണ്. അത് ഈ ബിവറേജസ് കോർപ്പറേഷൻ MDയും ആ കാര്യം പറയുന്നുണ്ട്. ആശ്വാസമാണ് ആളുകൾക്ക് ഒരു ഹ്യൂമൻ ലോസ് ഉണ്ടാകാത്ത വിധം ഇത്ര വലിയ അപകടമുണ്ടായിട്ടും അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചത് ഒരു നേട്ടം തന്നെയാണ്. അതിന് ആശ്വാസം പകരുന്നത് കൂടി തന്നെയാണ് അജിംഷാദ. തീർച്ചയായും 45,000 കേസ് മദ്യമാണ് തീപിടുത്തത്തിൽ നശിച്ചത്. എന്തായാലും 10 കോടി രൂപയുടെ നഷ്ടമാണ് വിലയിരുത്തുന്നത്. ഹർഷിത അട്ടല്ലൂരി ആ സ്ഥലം സന്ദർശിച്ചു. ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സുജു ടി ബാബുവാണ് അവിടെ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.